വെയിൽ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരായ നമുക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ചെടികളുടെ കാര്യമോ? എന്നോട് പലരും പറയാറുണ്ട്, രാവിലെ നനച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ചെടികളൊക്കെ വാടിപ്പോകുന്നു, എന്ത് ചെയ്യും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് രാവിലെ നനച്ചാലും ചെടികൾ വലിയ വാട്ടമൊന്നുമില്ലാണ്ട് ഈ ഒരു കഠിന വെയിലിലും നിൽക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. എൻ്റെ ഈ ഒരു വീട്ടിൽ നല്ല വെയിലാണ് കേട്ടോ കിട്ടുന്നത്. അതായത് നമ്മളുടെ ഫ്രണ്ടും ബാക്കി രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു തടസ്സവും ഇല്ലാതെ നല്ല വെയിൽ നമുക്ക് മുറ്റത്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത്ര അധികം വെയിൽ വരുമ്പോൾ ചെടികൾക്ക് അത് താങ്ങാനുള്ള കഴിവ് കിട്ടാറില്ല. പലപ്പോഴും ചെടികൾ വാടി തളർന്നു പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഈ ഒരു ചെമ്പരത്തിക്കാണ്. ഇതെങ്ങനെ നനച്ചു കൊടുത്താലും ഉച്ച കഴിയുമ്പോഴത്തേനും ഇതേപോലെ ഒന്ന് വാടി നിൽക്കുന്നതായി കാണാം. എങ്കിലും കാര്യമായി വാട്ടമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഈ വെയിലിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മളുടെ പൂക്കൾ കണ്ടോ, വരുന്ന മൊട്ട് തന്നെ മഞ്ഞച്ചു പോകുന്നുണ്ട്. ദാ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ രണ്ടെണ്ണം കൊഴിഞ്ഞു പോന്നിട്ടുണ്ട്. എങ്കിലും ഇതാ നോക്കി, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മറ്റുള്ള പൂക്കൾ പിടിച്ചു വരുന്നുണ്ട്. ഇത് നാളെ വിരിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനലില് നമ്മളുടെ ചെടികൾ ഭയങ്കരമായിട്ട് തളർന്നു പോകാറുണ്ട് കേട്ടോ. നമ്മൾ എത്രയൊക്കെ വെള്ളം കൊടുത്താലും ഒരു ഉച്ച സമയം കഴിയുമ്പോഴത്തേനും നല്ലപോലെ വാടി നിൽക്കുന്നത് കാണാം. പ്രധാനമായും നമ്മളുടെ ഈ ചെമ്പരത്തി തന്നെ, അതേപോലെ റോസ്, ഇങ്ങനെയുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ തളർന്നു പോകും. ഈ വേനൽക്കാലത്ത് നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ചെടിച്ചട്ടികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറച്ചും കൂടി വലിയ ചെടിച്ചട്ടികളുടെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം വലിയ ചെടിച്ചട്ടികളിൽ നിൽക്കുന്ന ചെടികൾ കുറച്ചുകൂടി വലുതായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ നമ്മളുടെ ചെറിയ ചെടി കൂടി നിന്നോളും. അതേപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് വെക്കുന്നതിന് പകരം അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കോട്ടോ ചെടികളുടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ആദ്യത്തേത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെ 7 മണിക്ക് മുന്നേ തന്നെ നനയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 7 മണി ആവുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ വൈകുന്നേരമാണെങ്കിൽ വെയിൽ ആറിന് ശേഷം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 7 മണിക്ക് മുന്നേയും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷവും നനയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ചെടികൾ വെറുതെ അങ്ങോട്ട് നനച്ചു പോവാണ്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്ന രീതിയിൽ ഒന്നൊഴിച്ചു കൊടുക്കുക. ഇത് ചെടിയുടെ ശരീര താപനില കുറയാനായിട്ട് സഹായിക്കും. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം പൊടിപടലങ്ങൾ നമ്മളുടെ ചെടിയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ചെടികൾക്ക് ശ്വസിക്കാനും ആഹാരം ഉണ്ടാക്കാനും തടസ്സമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിപടലങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെടിയിൽ നിന്നും പോകുന്നതാണ്. അതായത് ഇലകൾ വൃത്തിയായിരുന്നാൽ മാത്രമേ ഈ കഠിനമായ വെയിലിനെ അതിജീവിക്കാൻ നമ്മളുടെ ചെടികൾക്ക് സാധിക്കുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മളുടെ ഗാർഡനിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന ചില ചെടികൾ കാണാൻ പറ്റും. അതായത് ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പോലും വാടിപ്പോകുന്ന ചെടികൾ. അങ്ങനെയുള്ള ചെടികൾ ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ നനക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു കോട്ടൺ തുണി അതിലേക്കിട്ട് അതിൻ്റെ മറ്റേ അറ്റം ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുണിയിലൂടെ സാവധാനം ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഇറങ്ങിക്കോളും. ആ തുണി നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു വെക്കണം കേട്ടോ. അതായത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാം. എല്ലാ ചെടികൾക്കും നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഗാർഡനിൽ എളുപ്പം വാടിപ്പോകുന്ന ചില ചെടികൾ ഉണ്ടാവുമല്ലോ, അതിന് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ വേനൽക്കാലത്ത് ചെടികളുടെ ചെടിച്ചട്ടിയുടെ അടിയിൽ ട്രേ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് നനച്ചാൽ മാത്രം പോരട്ടോ,
അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല രീതിക്ക് തന്നെ വാർന്നു പോകുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് നമ്മുടെ ചെടി തന്നെ ചീഞ്ഞു പോകും. കാരണം വേനൽക്കാലത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം ചെടിച്ചട്ടിയിലൂടെ വാർന്നു പോകുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ മനുഷ്യരെന്ന പോലെ ചെടികൾക്കും കിളികൾക്കും കണ്ടില്ലേ, വേനൽക്കാലത്ത് ഒരല്പം ജലം കാണുമ്പോൾ സന്തോഷമാണ്. കണ്ടില്ലേ ആ കിളികളുടെ ഒരു സന്തോഷം നോക്കിയേ. ഞാനപ്പോൾ ചെടി നനക്കുന്ന സമയത്ത് ഈ ഒരു ലവ് ബേർഡ്സിൻ്റെ കേജ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് അത് ഭയങ്കര ഇഷ്ടവുമാണ്. കഴിഞ്ഞ ദിവസം ചെമ്പരത്തിയിൽ അടിക്കുന്ന ഒരു കീടനാശിനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി പോയിട്ടില്ല. ഇനി ഒരു തവണ കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കീടങ്ങളെല്ലാം പോയി തീരും. അപ്പോൾ കീടങ്ങളെല്ലാം പോയതിന് ശേഷമുള്ള ചെമ്പരത്തിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ മറ്റൊന്നാണ് നമ്മൾ ആമ്പൽ നട്ടിരിക്കുന്ന ഈ ഒരു ആമ്പൽക്കുളം. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപാട് പക്ഷികൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുക മാത്രമല്ല, കൊക്കൊക്കെ വന്നിട്ട് നമ്മളുടെ ഗപ്പികളെ കൊത്തിക്കൊണ്ടും പോവാറുണ്ട്. നോക്കി അതും കൂടി ഒന്ന് നിറച്ചു കൊടുത്തേക്കട്ടെ. കാക്കയൊക്കെ വന്ന് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഗപ്പികളെ കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു സൈഡിൽ എല്ലാം കൂടി ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം ഒന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു രീതിയാണ് പുതയിടൽ എന്ന് പറയുന്നത്. അതായത് ചകിരിയോ ഇതേപോലെ കരിയിലയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെടികളുടെ ചുവട് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സൂര്യപ്രകാശമേറ്റ് മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈർപ്പമായിട്ട് തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. മഴക്കാലത്ത് ഇത് ചെയ്യരുത് കേട്ടോ. വേനൽക്കാലത്ത് മാത്രമാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. കാരണം കഠിനമായ വെയിലാണല്ലോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് ഇത് സഹായിക്കും. കുറേ കഴിയുമ്പോൾ ഈ കരിയില ഒന്നും കൂടി ഉണങ്ങി നമുക്ക് വളമായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. ഇവിടെ അങ്ങനെ കരിയിലയൊന്നുമില്ല. ഈ ചെടികളിൽ നിന്നും കിട്ടുന്ന ഇലകൾ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇലകൾ മാത്രമല്ല, നമ്മുടെ ബൊഗെയിൻവില്ലാസിൻ്റെ പൂക്കളും ഉണ്ട്. ഞാനിതിങ്ങനെ ഒരു ബക്കറ്റിൽ അടച്ചു വെച്ചിരിക്കും. ആവശ്യമാകുമ്പോൾ ഇതേപോലെ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. എൻ്റെ ഈ ചാനലിൽ ഇതേപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പം അത്യാവശ്യം നനവ് ഇതേപോലെയൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കും കേട്ടോ. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഹാർഡ് പ്രൂണിങ് ഒന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ചെടി ഡ്രൈ ആയി പോവും. ആ കൊമ്പ് ആ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളം. വേനൽക്കാലത്ത് മാക്സിമം രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് അത്രയ്ക്കും കഠിനമായ വെയിലാണെങ്കിൽ. നോക്കിയേ, ഇത് നമ്മളുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. 2 ദിവസം ആയതാണേ. ഇത് നല്ലോണം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബക്കറ്റിന്റെ കാൽഭാഗം മാത്രമേ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയേ, നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളുടെ ചെടികൾക്ക് നല്ലൊരു തണുപ്പും അതേപോലെ തന്നെ നല്ല കരുത്തും നൽകും കേട്ടോ. അപ്പോൾ നമ്മൾ രാസവളങ്ങളൊക്കെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി എഫക്റ്റീവാണ് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം. അതായത് ഈ കഠിനമായ വെയിലത്ത്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഒരു രാസവളത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിലെ ചെടികളിൽ ഉണ്ടാവുന്ന മുഞ്ഞ, വെള്ളീച്ച, ഉറുമ്പ് ഇതിനൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു കീടനാശിനി തന്നെയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻസ്, നമ്മളുടെ വീട്ടിൽ സ്ഥിരമായി കിട്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു കഠിനമായ വെയിലിലും നമ്മളുടെ ചെടികൾ അതിജീവിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്.
വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.